ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലുള്ള സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പൊന്മുടിക്കോട്ട പാർത്ഥസാരഥി ക്ഷേത്രവും ഹനുമാൻ പാറയും പീഠപ്പാറയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നത്. നമുക്കെന്നാൽ പോയാലോ? ഞാൻ നടന്നാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 7 കിലോമീറ്ററോളം കാണുമായിരിക്കും. ഞാൻ വലിയൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചേച്ചിൻ്റെ ഫ്രണ്ടിൽ പാട്ടൊക്കെ വെച്ച് കയറി പോകുന്നു. ഇന്ന് അമ്പലത്തിൽ പോകുന്നു തോന്നുന്നു. വലിയ കയറ്റാണ്. വലിയ കയറ്റാണ്. പണ്ട് ഇതിലെ പൊളിഞ്ഞ റോഡൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ട്. മേലെ നല്ല പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കാട്ടോ. ഇവിടെ ചുറ്റും ഭയങ്കര കാടായിട്ടുണ്ട്. ഇപ്പോൾ അവരൊക്കെ അമ്പലത്തേക്ക് പോണ ആൾക്കാരാണേ. ഇവിടെയൊക്കെ ഉണ്ടോ കാട്ടുചെടികൾ? കുറച്ച് നേരത്തെ വെയിലുണ്ടായിരുന്നു, ഇപ്പോൾ വെയിലൊക്കെ പോയി. ആ മലേൻ്റെ ഏറ്റവും മേലെയാണ് ഈ അമ്പലം ഉള്ളത്. നമ്മളങ്ങനെ ഹനുമാൻ പാറേൻ്റെ അവിടെ എത്താനായി. ഈ കാണുന്നത് അങ്ങോട്ട് ഹനുമാൻ പാറയാണ്. ഇത് മനോഹരമായ പാറയല്ലേ. ആ ചേച്ചി അവിടെ എത്തിയിട്ടുള്ളൂ. അമ്പലത്തിൽ പോയിട്ട് ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ഇതാണ് ഹനുമാൻ പാറ. ഹനുമാനെ അടുത്ത് കാണിച്ചു തരാം. വലിയ രൂപമാണിത്. ഇപ്പോൾ ചേട്ടന്മാർ ഇവിടെ വണ്ടി വെച്ചിട്ട് മേലേക്ക് നടന്നു പോകാം. ഒരു കുരിശടി ഉണ്ട്. യൂറിസിനുള്ള കുരിശടിയാണിത്. അമ്പലയിൽ നിന്ന് ദുഃഖവള്ളിക്ക് ഇവിടേക്കാണ് വരിക. ഈ കുരിശടിയിലോട്ടാണ്. നമുക്ക് മേലേക്കാണ് അമ്പലത്തിൻ്റെ അടുത്ത് പോകേണ്ടത്. നമുക്ക് ഹനുമാൻ പാറയിലൊന്ന് കയറാം. മേലെ കയറി കാണിച്ചു തരാം. പൊടി കാക്ക അറിയുന്നുണ്ട്. അങ്ങോട്ടൊക്കെ നമുക്ക് എന്ത് മനോഹര കാണാല്ലേ. പച്ചപ്പ് നിറഞ്ഞ താഴ്വാരങ്ങൾ, അതിമനോഹരമായ മലനിരകൾ. അത് ബത്തേരി സൈഡാണ് കേട്ടോ. അവിടെ എന്താ മഴക്കാറുണ്ട്. അങ്ങോട്ടേക്ക് ചെറുതായി വെയിൽ കാണുന്നുണ്ട്. ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് കാണിച്ചു തരാം.
എന്ത് വലിയ പാറയല്ലേ. താഴേക്ക് വലിയ കൊക്കയാണ് കേട്ടോ. ഇവിടെ പാറാണല്ലേ, മുറിച്ച് വെച്ച പോലെ അല്ലേ. അങ്ങ് ദൂരതാ വലിയൊരു പാറ കാണാം. അങ്ങോട്ടൊക്കെ എന്ത് മനോഹരം കാണാം. അവിടെ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അവിടെ ഒരു ഗ്രൗണ്ട് കാണാം. ഒരു പരുന്ത് പറക്കുന്നു അതിലെ. അതിലൊരു വഴിയൊക്കെ പോണ കാണാം കേട്ടോ നമുക്ക്. നമ്മളെ ബത്തേരിത്തെ റീത്ത് പള്ളി ഇവിടുന്ന് കാണാം. ആ വലിയ പള്ളി. വലിയൊരു ആൽമരം. ഇപ്പൊ ചെറുതായി കാറ്റ് വീശുന്നുണ്ട്. അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ പേര് വന്നിട്ടുണ്ട് അവിടേക്ക്. ഇവിടുത്തെ ഉത്സവവും ദുഃഖവെള്ളിയും ഒരു സമയത്ത് വരുന്നൊരു സമയമുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് അമ്പലത്തിലോട്ട് പോവാം. ഇവിടെ മഴയൊക്കെ പോയിട്ട് ആകെ കുഞ്ചും കുഴിയിലായിട്ടുണ്ട്. ചില സ്ഥലങ്ങളുണ്ട് പൊളിഞ്ഞടക്കുന്നത്. രണ്ടുപേരും അമ്പലത്തിൽ പോകുന്നുണ്ട്. ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു, കീറിപ്പോയി. കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു അമ്പലം പണി നടക്കുന്നുണ്ട്. ഉത്സവമൊക്കെ വരുമ്പോൾ ഇവിടെ സ്റ്റേജ് കെട്ടും കേട്ടോ. സ്റ്റേജും കാര്യങ്ങളൊക്കെ. അവിടെതാ ഒരു ശിവൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒളിഞ്ഞു പോയി തോന്നുന്നു. ചേട്ടൻ അമ്പലത്തിൽ വന്നതാ. എന്താ പേര്? സത്യൻ. കുറച്ചുകൂടി മേലോട്ട് പോകണം. അമ്പലത്തിൻ്റെ അടത്ത ഉത്സവത്തിന് എല്ലാ ഞായറാഴ്ച ഉപ്പുമാൻ ചായ ഉണ്ടല്ലേ? ചേച്ചിൻ്റെ പേരെന്താ? ശാന്തി. നല്ല ചായയാണ് കേട്ടോ ചേച്ചി. അപ്പോൾ ചേച്ചി എനിക്ക് ഉപ്മാവ് കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ പായസം ഉണ്ട്. നല്ല സ്നേഹമുള്ള ചേച്ചിമാർ. കുരങ്ങന്മാരൊക്കെ അതിൽ ഓടി നടക്കുന്നുണ്ടല്ലോ. നമുക്ക് ചായയും ഉപ്മാവും കഴിച്ചിട്ട് പോവാം. എന്നിട്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് പോകാം. എൻ്റെ അടുത്ത് അമ്മച്ചിയുണ്ട്. ഞാൻ അമ്മച്ചിക്ക് ഒരുമിച്ച് ചെയ്താൽ കഴിക്കുന്നത്. എന്തോരെണ്ണല്ലേ. ഉപ്മാവ് കിട്ടുകൊടുത്ത് ഒരു കഴിക്കും. എന്നെ കണ്ടപ്പോൾ ഓരോരുത്തർ ഓടി ഓരോ മരത്തിൽ കയറിയിട്ടുണ്ട്. കുറേ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. നമുക്ക് അമ്പലത്തിൻ്റെ അവിടേക്ക് പോയി. ഇതാണ് കേട്ടോ പാറ.
പാർത്ഥസാരഥി ക്ഷേത്രം പൊന്മുടിക്കോട്ടയിലുള്ള നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത്. ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ കുറേ പേരുണ്ട്. എന്തോ പൂജ നടക്കുന്നുണ്ട് അവിടെ. വിളക്ക് കത്തിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഞാനിവിടെ അമ്പലത്തെ ഒരു ചേട്ടനെ പരിചയപ്പെട്ട. നമസ്കാരം, എൻ്റെ പേര് സുരേഷ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പൊന്മുടിക്കോട്ട ഈ പ്രദേശത്തിന് ആദ്യം മുൻകാലങ്ങളിൽ അറിയപ്പെടുന്ന മുടിയൻ കോട്ട എന്നതായിരുന്നു. അപ്പോൾ അതിപുരാതന കാലം മുതൽ അന്നത്തെ രാജാക്കന്മാർ, അതായത് കോട്ടയം രാജവംശത്തിൻ്റെ ഒരു ക്ഷേത്രമാണ് ഇവിടെ ഈ പാർത്ഥസാരഥി ക്ഷേത്രം. തൊട്ട് താഴെയുള്ള ആരാധിക്കപ്പെടുന്ന ഇപ്പോൾ നവീകരണ പുനർപ്രതിഷ്ഠ കഴിഞ്ഞ കിരാതമൂർത്തി മൈസൂർ രാജകുടുംബത്തിൻ്റെ തലമുറയിൽപ്പെട്ടവർ ആരാധിച്ചു വരുന്ന പരദേവതയാണ്. അപ്പോൾ മൈസൂർ രാജവംശവും അതുപോലെ തന്നെ കോട്ടയം രാജവംശവും ഇവിടെ വന്നതായിരുന്നു. അവരിവിടെ താമസിച്ചിരുന്നു. അതിനുശേഷം ചെട്ടിമാർ അവരിവിടെ കാലിക്കച്ചവടത്തിന് വരികയും അതിനുശേഷം മൂന്നാമത്തെ തലമുറ വന്ന ആദിമവാസികളാണ് അവർ കുറുമ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഇവിടെ രാജാക്കന്മാർ അന്നത്തെ കാലത്ത് ഏൽപ്പിച്ചു പോയി എന്നാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം അവർ ആരാധിച്ചു പോരുകയും അതിനുശേഷം അവർ ഇവിടുന്ന് പലായനം ചെയ്തിരുന്നു. അതിന് പാലായനം ചെയ്യാൻ പ്രധാനപ്പെട്ടൊരു കാരണം ഉണ്ടായിരുന്നെന്ന്, ഈ പൊന്മുടിക്കോട്ടയിൽ നിന്ന് ഒരു പുഴ ഉത്ഭവിച്ചതായിരുന്നു. ആ പുഴയുടെ തെക്ക് ഭാഗത്ത് കൃഷ്ണനും വടക്ക് ഭാഗത്ത് കിരാതശിവനും ഉണ്ടായിരുന്നത്. ആ ഒരു കാലത്ത് ഈ പുഴ വറ്റി വരേണ്ടതായും ആ സമയത്ത് ഇവിടെയുള്ള ആളുകൾ പലായനം ചെയ്തു പോയി എന്നറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൽ ഇവിടെ 101 ക്ഷേത്രമുള്ളതായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. മുൻകാലങ്ങളിൽ ഒക്കെ വെണ്ണക്കൽ ക്ഷേത്രമായിരുന്നു. അതിനുശേഷം ഇവിടെയുള്ള ആളുകൾ, പ്രദേശവാസികൾ വീണ്ടും ഇവിടെ താമസിക്കാൻ വരികയും ഇവിടെ ഏകദേശം 40ഓളം വീട്ടുകാർ ഇവിടെ താമസിച്ചിരുന്നു. അതിനുശേഷം അന്നത്തെ ഈ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും കൂടി ഇവിടെ വെണ്ണക്കല്ല് തകർന്നു കിടന്ന ഈ ക്ഷേത്രം അവർ ആലോചിക്കുകയും നവീകരിക്കാം എന്നുള്ള തീരുമാനമെടുത്ത് അതിനുശേഷം നവീകരിച്ചൊരു ക്ഷേത്രമാണിത്. അതിനുശേഷം ഇപ്പോൾ ഈ 17 വർഷം കൊണ്ടാണ്, 2009 പ്രതിഷ്ഠ കഴിഞ്ഞാണ്, ഇപ്പോൾ ഈ 17 വർഷം കൊണ്ട് ഇപ്പോൾ ഈ ക്ഷേത്രം ഈ അവസ്ഥയിലെത്തി. നമ്മുടെ പ്രധാന ദേവനായി പറയുന്നത് പാർത്ഥസാരഥി ഭഗവാനാണ്. അതിൻ്റെ ഉപദേവന്മാരായ ഗണപതി, ദുർഗ, പുറമെ ക്ഷേത്രപരിധിക്ക് പുറമെ നവഗ്രഹങ്ങൾ, രക്ഷസ്, ഗുളികൻ, തൊട്ട് താഴെ വടക്ക് ഭാഗത്തായി കിരാതശിവൻ. ഇനി ഒരു ഭദ്രകാളി ക്ഷേത്രം കൂടെ ഇവിടെ പണിയേണ്ടതുണ്ട്. അത് ഉടനെ തന്നെ പണി ആരംഭിക്കാനാണ്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പീഠപ്പാറയിൽ, അതായത് ഭഗവാൻ പാർത്ഥസാരഥി കൃഷ്ണൻ പീഠപ്പാറയിൽ നിന്നും ബാണാസുരനെ അമ്പ ചെയ്തതായിട്ടാണ് ചരിത്രം പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പോയ പീഠപ്പാറ. ആ പീഠപ്പാറയിൽ നിന്നും ബാണാസുരൻ അമ്പ ചെയ്യും. ബാണാസുരൻ്റെ കൊട്ടാരത്തിൻ്റെ കൊടിമരവും അദ്ദേഹത്തിൻ്റെ കഴുത്തും നിശ്ചയിച്ചുകൊണ്ട് വന്ന് തറച്ച മലയാണ് അമ്പൂത്തി മല എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ വളരെ അധിക ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പണ്ട് കാലത്ത് വെണ്ണക്കൽ ക്ഷേത്രം ആയതുകൊണ്ട് അന്നത്തെ കാലത്ത് ഈ മലയുടെ മുകളിൽ അന്നത്തെ രാജാക്കന്മാരുടെ കാലത്ത് അവർ ഈ വെണ്ണക്കല്ലും കൊണ്ടാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ പീഠപ്പാറയിൽ 101 തിരി കൽവിളക്ക് കത്തിക്കുക എന്നുള്ളതാണ്. അത് നമ്മളെല്ലാവരും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൊന്മുടിക്കോട്ടയിലുള്ള സകല ദേവീദേവന്മാരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ വഴിപാട് നേരുകയും അത് സാധിച്ചതിന് ശേഷം മാത്രം വന്ന് കത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. പിന്നെ നമ്മളെ എല്ലാ പാർത്ഥസാരഥി ക്ഷേത്രങ്ങളിലും കഴിക്കുന്ന എല്ലാ വഴിപാടുകളും ഇവിടെ കഴിക്കുന്നുണ്ട്. പിന്നെ വിവാഹം, കുട്ടികളില്ലാത്തത്, അതേപോലെ ഹനുമാൻ, നമുക്കറിയാം ഹനുമാൻ സ്വാമിയുണ്ട്. ഈ തൊട്ട് താഴെയായിട്ട് ഹനുമാൻ പാറേൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു സീതാക്കുളമുണ്ട്. കുപ്പടി എസ്റ്റേറ്റിൻ്റെ കൈവശമാണ് അതുള്ളത്. അവിടെ ഒരു കുളം, സീത ഇരുന്ന് കുളിച്ചതായി പറയപ്പെടുന്ന ഒരു കുളമുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഒരു മലയുണ്ട്. ആ മലയിൽ ശ്രീരാമൻ്റെ പാദം പതിഞ്ഞതായിട്ടുള്ള പാടുകളുമുണ്ട്. അപ്പോൾ നമുക്കറിയാം പാർത്ഥസാരഥിയെ സംബന്ധിച്ചിടത്തോളം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ദേവന്മാരും ഇവിടെയുണ്ട്. ഇവിടെ അതേപോലെ സുബ്രഹ്മണ്യം വള്ളി സമേതനാണ്. പക്ഷേ അതൊന്നും നമുക്ക് ഇപ്പോഴത്തെ പരിമിതിയിൽ നിന്നും നമ്മുടെ കൈവശമല്ല ഈ സ്ഥലങ്ങളൊന്നും. അപ്പോൾ അതുകൊണ്ട് പല ക്ഷേത്രങ്ങളും നിന്ന സ്ഥലം മറ്റുള്ളവരെ കൈവശമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ 1 ഏക്കർ 86 സെൻറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ക്ഷേത്രങ്ങളാണ് ഇപ്പോൾ പണിതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിശ്വാസികൾ ഇപ്പോൾ പറയുന്നത് ഞായറാഴ്ച ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസമാണ്. കൂട്ടപ്രാർത്ഥനയുണ്ട്. ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വരിക, കൂട്ടപ്രാർത്ഥന നടത്തുക, ഇവിടെ വഴിപാടുകൾ കഴിക്കുക, മംഗല്യം, അതായത് വിവാഹം നടക്കാനുള്ള മംഗല്യ പൂജയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇവിടെ വരുന്ന എല്ലാ വിശ്വാസികൾക്കും അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വലിയ പ്രയാസങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നേരെ ക്ഷേത്രത്തിലെത്തുക, ഇവിടെ പറയുന്ന സ്വാമി പറയുന്ന വഴിപാടുകൾ കഴിക്കുക, അനുഗ്രഹങ്ങൾ വാങ്ങുക. ഇവിടെ പീഠപ്പാറയുണ്ട്. പീഠപ്പാറ എന്ന് പോയി കാണിച്ചു തരാം. ഇന്ന് ഫുള്ള് മഴക്കാറ് തന്നെയാണ്.
ഈ വഴിയാണ് പീഠപ്പാറയിലോട്ട് പോകുന്നത്. നല്ല അട്ടയുണ്ട് കേട്ടോ ഇവിടെ, മഴ പെയ്തോണ്ടേ. എന്ത് വലിയ പാറയല്ലേ. കുറേ പേര് ഇവിടെ വന്ന് പോയി അമ്പലത്തിൽ. എന്ത് മനോഹരമായ പാറക്കൂട്ടങ്ങളല്ലേ. കുഴിയാന കുഴിച്ച കുഴികളുണ്ടോ? അപ്പുറം ഇപ്പുറം 2 മരങ്ങൾ, അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് രസമല്ലേ ഈ വഴി കാണാൻ. ഇവിടെ കയറിപ്പോകാൻ വേണ്ടി കൊത്തി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, സ്റ്റെപ്പ് പോലെ. എന്ത് രസമുള്ള പുല്ലാന്ന് നോക്കി. ഇവിടെ മാത്രമേ ഈ പുല്ല് കണ്ടുള്ളൂ. നമ്മളങ്ങനെ പീഠപ്പാറേൻ്റെ അവിടെ എത്തി. പീഠപ്പാറേൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടത്. മഞ്ഞപ്പാറ കോറി കാണാം, മീനങ്ങാടിപ്പാറ, അമ്പലേല് പാറ, മണിക്കുന്ന് മല, ചെമ്പ്ര പീക്ക്, അതിമനോഹരമായ വയൽപ്പാടങ്ങൾ. അതാ എടക്കൽ കേവ് കാണാം നമുക്ക് ഇവിടെ നോക്കിയാലതാ. കുറേ പേരതാ അങ്ങോട്ട് കയറി പോകുന്നുണ്ട് സ്റ്റെപ്പിൽ കൂടെ. പണ്ട് സ്റ്റെപ്പൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴവിടെ സ്റ്റെപ്പൊക്കെ വന്നേ. അതാണ് അമ്പൂത്തി മല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കയറിയില്ലേ, ആ മലയാണത്. അവിടേക്ക് തമിഴ്നാട് കാണാം, നീലിമല അതാ കാണുന്നു. അമ്പലയിൽ സ്കൂൾ കാണാം കേട്ടോ, VHSC അമ്പലയിൽ. അത് അങ്ങ് അതാ ദൂരെ ഫാൻഡർ റോക്ക്, ആ പാറേൻ്റെ മല പാറ നിൽക്കുന്നുണ്ടോ, ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുക. സൂര്യനൊരു പൊടിക്കേ കാണുന്നുള്ളൂ. കുറച്ച് ഭാഗങ്ങൾ നീല കളറ്, ബാക്കിയൊക്കെ മേഘം മൂടി. ഇവിടെ വിളക്കും കാര്യങ്ങളൊക്കെ കാണാതെ ഇതാ വിളക്ക്. നമുക്ക് ഈ പാറേൻ്റെ മേളിലൊന്ന് കയറാം. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാ നോക്ക്. എന്തു മനോഹര എൻ്റെ ചുറ്റും കാണാൻ. പച്ചപ്പും മലനിരകളും. ഇപ്പൊ ചെറുതായി വെയിലടിക്കുന്നുണ്ട്. സൂചി പോലത്തെ ഒരു പാറേൻ്റെ മേലെ ഇപ്പം നിൽക്കുന്നത്. കൊടി ചെറുതായി കാറ്റ് വീശുന്നുണ്ട് ഇവിടെ. ഇത് ഈ പാറേൻ്റെ ബേക്ക് ഭാഗമാണ്. അവിടെ കണ്ടോ, അവിടെ ഫുള്ള് വയൽപ്പാടങ്ങൾ തന്നെയാണ്.
തവരിമല കാണാം. അങ്ങ് ഫുള്ള് മഞ്ഞ് മൂടിപ്പോയി. അങ്ങ് ദൂരതാ കുരങ്ങന്മാർ കരയുന്ന സൗണ്ടൊക്കെ കേൾക്കാം നമുക്ക്. അതിമനോഹരമായ സ്ഥലമാണ് കേട്ടോ ഇത്. ഈ പീഠപ്പാറയിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ അതിമനോഹരമായിരിക്കുന്നു. എടക്കൽ കേവിൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കിയാൽ കാണാം. അതാ കുറേ പേര് വരുന്നുണ്ട് എടക്കൽ ഗുഹേൻ്റെ അവിടേക്ക്. കുറേ പേര് നടന്നു വരുന്നുണ്ട്. അവിടെ താഴെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് തോന്നുന്നു. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അമ്പലയിൽ സെൻറ്റ് മാർട്ടിൻ പള്ളി കാണാം നമുക്ക് ഇവിടുന്ന്. ഹായ്, പറക്കാൻ തോന്നുന്നു ഇവിടുന്ന്. തൊട്ടപ്പുറത്ത് ഇവിടെ വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഞാൻ അതൊന്ന് പോയി കാണിച്ചു തരാം. ഞാൻ പീഠപ്പാറയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോവുക. ഇതിൻ്റെ ബേക്കിലും വിളക്ക് കത്തിക്കുന്നുണ്ട് കേട്ടോ. കിളികൾ കരയുന്ന സൗണ്ടൊക്കെ കേൾക്കാം. സോളാറ്, കുഞ്ഞി മരങ്ങളില്ലേ. ഇത് മറ്റേ കറകാമ്പട്ടയൊക്കെ ഉണ്ട് ഇവിടുത്തെ. കറകാമ്പട്ടേൻ്റെ അല്ല, തേനീച്ചക്കൂട്ടങ്ങൾ. തിരിച്ചമ്മ ഇവിടെ എത്തി. ഇവിടുന്ന് മേലേക്കാണ് വ്യൂ പോയിന്റിലോട്ട് പോകുന്നത്. ഇതിലെ ജീപ്പൊക്കെ പോകും കേട്ടോ, 4x4. ഇവിടെ ഇതാ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വേഗം അതിമനോഹരമായ സ്ഥലം കാണാം. ഇല്ലിക്കൂട്ടങ്ങൾ, മഞ്ഞ നിറത്തിലുള്ള ഇല്ലിയാണിത്. ഇവിടെ അപ്പുറം കാട്ടുചെടിയാ. ഇവിടെ മുളക് കൃഷി ചെയ്യുന്നുണ്ട്. കുറച്ച് നടക്കണം. സൂര്യാന്തി പൂ, കാട്ടു സൂര്യാന്തി ഇല്ലേ, അതാണിത്. കുറെ നെല്ലിക്ക ഉണ്ടായിട്ടുണ്ട്. ഇതാണ്ടോ എന്തോരം നെല്ലിക്ക. ഇവിടെ ഇല്ലി വന്ന് നിന്നിട്ട് ഗുഹ പോലെ ഉണ്ടേ. ഇവിടേക്ക് ബൈക്കും കൊണ്ട് വരാം നമുക്ക്. കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട് ബൈക്കൊക്കെ ആയിട്ട്. കണ്ടോ, ഇവിടെ നല്ല പന്നി ശല്യമുണ്ട്. പന്നിയുണ്ടല്ലേ ഉഴുത് മറച്ച് വെച്ചേക്കുന്നത്. ഇവിടെ ഒരു ഗേറ്റ് വരുന്നുണ്ട്. ഗേറ്റിൻ്റെ സൈഡിൽ കൂടെ വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ. ഇവിടെ ഫുള്ള് പാറകളാണ്. ഇവിടെ വണ്ടി പോയി ചെളിയായിട്ടുണ്ട്. സൈഡിൽ കൂടെ ചവിട്ടി. ഇതൊരു സൈസ് ചെടിയാണ് കേട്ടോ. ഇല നോക്കി ചുമന്നിരിക്കുന്ന.
ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാപ്പിത്തോട്ടാ. പക്ഷെ ഒന്നിലും കാപ്പിയില്ല. ഇതിങ്ങനെ പോകാൻ എന്ത് രസാലേ. കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു റൂട്ട്. അപ്പുറം ഇപ്പുറം പുല്ലുകൾ മുളച്ചിട്ട് അട്ടയുണ്ട്. എന്നെ ഒരു അട്ട കടിച്ചു. ഇവിടുന്ന് അങ്ങോട്ട് കാപ്പീൻ്റെ 2 സൈഡും കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് പോകാൻ. ഇരുട് മൂടിയ വഴിയിലേ ഉണ്ടോ, നമുക്കൊരു പേടി വരുന്ന ഫീലാ. വനങ്കാട് പോലെ ഉണ്ടല്ലേ ഇത് കാണാൻ. ഒരു കാട്ടാട് ഓടിപ്പോയിട്ടോ. എന്നാ പോക്ക പോയത്. ഞാനത് ചാടുന്ന മാത്രമേ കണ്ടുള്ളൂ. ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചുകൂടി പോകാനുണ്ട്. തോട്ടമൊക്കെ കഴിഞ്ഞ് മേലെത്തി. ആ മരം എൻ്റെ തലയിൽ തട്ടിയില്ല. അണ്ണാനൊക്കെ എന്നെ കണ്ട പോവുക. ഇവിടുന്ന് തന്നെ കുറച്ച് കാടാണേ. ഈ പുല്ല് കൈ തട്ടിയ വേഗം മുറിയും. അങ്ങനത്തെ ഒരു കാടാ. കൊങ്ങിണിപ്പൂക്കളുണ്ട്. അവിടെ പോയി കാണിച്ചു തരാം. ഈ ഇല്ലിക്കൊക്കെ എന്നെക്കാട്ട് അയച്ചിട്ടുണ്ടല്ലോ. പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ ഒരു യാത്ര അല്ലേ. നമ്മളങ്ങനെ പാറേൻ്റെ അടുത്തെത്തി. അതിൻ്റെ മേലെ കയറി കാണിച്ചു തരാം. വാവ്, അവിടെ മാത്രം വെയിൽ. അവിടെ ആ കുന്നിൻ്റെ മുകളിൽ കുറച്ച് ഭാഗം തണൽ. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ തണലാണേ. എന്തോരം വയൽപ്പാടങ്ങളല്ലേ. കുറച്ച് പേര് ഞാറ് നട്ടിട്ടുണ്ട്, കുറച്ച് പേര് കപ്പ. നാട്ടിലൊക്കെ ഫുള്ള് മഞ്ഞുകൂടി കിടക്കുക. വണ്ടികൾ ഓണടിക്കുന്ന സൗണ്ട് വരെ നമുക്കിവിടെ കേൾക്കാം. ഇതാണ് കേട്ടോ ഗോവിന്ദമൂല എന്ന് പറഞ്ഞ സ്ഥലമാണത്. അവിടെ 5 അമ്പലം കാണാം. 5 അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ അവിടെ. അതാണ് 5 അമ്പലം എന്ന് പേര് വന്നത്. അവിടെ ബത്തേരി അസ്മഷൻ പള്ളി ഇവിടുന്ന് കാണാം. കുറച്ചും കൂടി മേലേക്ക് പോയി നോക്കാം അല്ലേ. ഇതിൻ്റെ മേലെ ഗ്രൗണ്ട് പോലെ ഉണ്ട്.
അവിടെ ഇവിടെ കുറച്ച് പുല്ലുകളുണ്ട്, ഇതാണ്ടോ. ഈ പുല്ലിൽ എന്ത് മനോഹരമല്ലേ കാണാൻ. ഇവിടെ കാട്ടുമയിൽ വരുന്നുണ്ട് കേട്ടോ. ഇതാ നല്ല കാട്ടുമയിലുള്ള സ്ഥലമാണ്. കാട്ടുമയിൽ, കാട്ടാട്, താഴേക്ക് വലിയ കൊക്കയാ. എന്ത് മനോഹരമായ പൂക്കളെ നോക്ക്. ഇത് ഈ പാറയിലാട്ടോ ഉണ്ടായേക്കുന്ന. എന്ത് രസാല്ലേ. മഴപ്പക്ഷി പാറ് നടക്കുന്നുണ്ട്. പിന്നെ എന്തായാലും മഴ പെയ്യും. സൂര്യൻ കണ്ണ് കുത്തുന്നുണ്ട്. എന്താ വിഷലില്ലേ അവർക്കൊക്കെ. നല്ല കാറ്റ് വീശുന്നുണ്ട് ഇവിടെ. അവിടെ വയലിൽ കുറേ പശുക്കൂട്ടം. കുറച്ച് വാടിപ്പോയി. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാണാൻ എന്ത് രസാ. ഇവിടെ വേറെ എന്തോ ഒരു ജീവി വരുന്നുണ്ട് തോന്നുന്നതാ. കുറച്ച് സ്ഥലത്ത് തണല്, കുറച്ച് സ്ഥലത്ത് വെയില്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ എന്തൊരു ഫീലാ. പില്ലർ കൂട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അവിടെ ആരോ തീ ഇട്ടിട്ടുണ്ട്. തീ എന്തൊരു പുകയാ. അതിമനോഹരമായ സ്ഥലം അല്ലേ. അപ്പം ഞാനിന്ന് എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം. ബൈ.